ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ, റാഹത്തല്ലേ? ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം ഇന്നത്തെ വാടക വീട്ടിലത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളെ പുതിയ വീട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ ഉച്ചക്ക് ചോറ് വെക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? എന്തിപ്പോൾ അത് അജൂസ് ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തോട്ടിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരുന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് തല്ലുകൂടുന്നുമുണ്ട്, ചിരിക്കണമുണ്ട്. അങ്ങനെ കേട്ടോ, രണ്ടാളും എപ്പോഴും അടിയാണ്. എന്നാലോ നല്ല നല്ല കുട്ടികളുമാണ്. എനിക്ക് വെള്ളം കൊണ്ടു തരുന്നതും അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതും ഓരെ കൊണ്ട് പറ്റണമൊക്കെ ഓര് ചെയ്തു തരും കേട്ടോ. എന്ത് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു തരും. ചിലപ്പോൾ ഒക്കെ ഒരു മടി കാണിക്കും, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിതാ ഉച്ചക്ക് ചോറുന്നാൻ ഇരിക്കുമ്പോൾ നമ്മളെ പൂച്ചകൾ ഇന്നലെ കണ്ടില്ലേ, ഓര് വന്നിട്ട് വ്യാവും വ്യാവും എന്നെല്ലാം ഉണ്ടായിന്. അപ്പോൾ അജൂസ് കുറച്ച് ചോറ്, ഐഷു കുറച്ച് ചോറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. ഞങ്ങൾക്ക് മീൻ വാങ്ങിയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇന്നലെ പരിപ്പ് കറിയും ചോറുമായിരുന്നു. അപ്പോൾ പരിപ്പ് കറി കൂട്ടി ചോറ് കൊഴിച്ച് കൊടുത്തപ്പോൾ പാവമായിട്ട് നിങ്ങൾക്ക് ഒന്നും തിന്നാൻ കിട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. പൂച്ചകൾ വന്നാൽ നമ്മൾ ആട്ടാൻ പാടില്ല കേട്ടോ. എനിക്കിപ്പോൾ കാവൽ വരാണ്. ഫ്രണ്ടിൽ അടുക്കള ഭാഗത്ത് ഡോറ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. മോഡലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും, ഈ ആഴ്ച കിട്ടുമായിരിക്കും. എന്തായാലും കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പൂച്ചക്ക് ഐഷു ചോറൊക്കെ കൊടുത്തിട്ടോ. നമ്മൾ പിന്നെ അവിടെ പായൊക്കെ വിരിച്ചിട്ടാണ് ചോറുന്നത്. തോട്ടിലൂടെ നല്ലോണം വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നല്ല കേട്ടോ ഇവർ കുളിക്കുക. ഇവർ കുറച്ചും കൂടി മുന്നിലുള്ള പുഴേൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ തോട്ടിൽ നിന്നാണ്. വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങനെ കുളിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സ്കാനറും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിനി. അതിലുപരി ഇനി എൻ്റെ വീഡിയോ കാണുന്ന 14,000 ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ ചിലപ്പോൾ കാണലുണ്ട്. അപ്പോൾ നിങ്ങളോടായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വേസ്റ്റ് ടാങ്ക് കുഴിക്കാനും ഇതൊക്കെ കുഴിക്കാൻ ബാത്റൂം ശരിയാക്കണം. എന്നാലേ വേസ്റ്റ് ടാങ്ക് കുഴിച്ചാലേ ബാത്റൂം ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പൈസ, അത് കുഴിക്കാനുള്ള പൈസ വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഹെൽപ്പ് ഉണ്ടായുള്ളൂ. വാടക വീട്ടിൽ പോയിട്ട് താമസിച്ചൂടേന്ന് ചോദിക്കുന്നവരോടാട്ടോ അവിടുത്തെ കോട്ടുരുമ കഴിഞ്ഞില്ല. ഇത് ഇന്ന് ഞാൻ അടിച്ചു വാരി തട്ടി കുടയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊന്നും ഇവിടെ കിടക്കാൻ പറ്റുമോ എന്നറിയാൻ, ഈ രാത്രിയിലൊക്കെ ബാത്റൂമിൽ പോകാൻ ഉള്ള അവസ്ഥ വരുമ്പോൾ ഞാനും മക്കളും വല്ലാതെ പ്രയാസപ്പെടുക കേട്ടോ. ഞങ്ങൾ 3 പെണ്ണുങ്ങളല്ലേ ഉള്ളത്. ഈ രാത്രിയിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് പോകുമ്പം, പ്രത്യേകിച്ച് ഇതൊരു കാടേരിയ ആണല്ലോ, വലിയ പ്രശ്നമല്ല. എന്നാലും നമ്മൾ സ്ത്രീകളാണ്, രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. വാതിലില്ലാത്ത വീട്ടിലാണ് താമസം, എന്നാലും പേടിക്കേണ്ടടുത്ത് നമ്മൾ പേടിക്കുക തന്നെ വേണ്ടില്ല. ഫുള്ള് കോട്ടരം തന്നെയാണ് കേട്ടോ. എത്രയാണ് അങ്ങോട്ട് എല്ലായിടത്തും എത്രയും മെനയാന്ന് നിങ്ങൾ കണ്ടില്ലേ ഞാൻ തട്ടിയടിച്ചൊക്കെ വാരിയത്. ഈ പിന്നെയും അത്രക്കത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞതിനെ കത്തിക്കാൻ പാടില്ല, പിന്നെ പാപമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ അതിനെ ചെയ്യുക? ഇതല്ലാതെ ചാവണില്ല. എന്നും വന്ന ബാത്റൂം കഴുകാതെ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അത്രയും കോട്ടൊരുമ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ കഴുകി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അതിനൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്ത് മുറ്റടിക്കാണ്ടേനി. മുറ്റത്തൊക്കെ നല്ലോണം ചണ്ടി നിറഞ്ഞെടുക്കുക. എവിടെയും നന്നാക്കണം, വീട്ടിലും വരണം. എന്നാലും വാടക വീട്ടിൽ കിടക്കാനും പറ്റണില്ല. അവിടെ നമ്മൾ ബെഡിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടില്ല, അതിൽ എവിടെയും കിടക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാൻ അത് തട്ടിക്കുടഞ്ഞപ്പോൾ ഇതിൻ്റെ മേലൊന്നായിട്ട് കയറി മറിഞ്ഞിട്ട് ഞാൻ ഓരോന്നിനെ പിടിച്ച് തള്ളിയിട്ട് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ കുപ്പായത്തിൻ്റെ ഉള്ളിലും ഒക്കെ കയറി ആകെ ഇടങ്ങേറായിട്ടുണ്ട്. മക്കൾക്കൊക്കെ പേടിയാട്ടോ അവിടേക്ക് പോകാനിപ്പോൾ. അവിടെ ഞങ്ങളിപ്പോൾ തീരെ പോവലില്ല. ഇത്തിരി നേരം ഒന്നും അവിടെ ഇരിക്കാൻ പോലും നമുക്ക് പറ്റണില്ല. അവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു പൊടിയുണ്ട്, അത് അവിടെ ഇട്ടാൽ ശരിയാവും എന്നൊക്കെ. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നാലും ബാത്റൂം സൗകര്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വാടക കൊടുക്കണ്ടല്ലോ. ഈ ആഴ്ചനോണ്ട് സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പൊടി ഇട്ടാൽ അതിമത്തൊക്കെ പോകും. പിന്നെ ഇങ്ങോട്ട് പോരാലോ. ഇപ്പോൾ ബെഡ്ഷീറ്റ് കണ്ടില്ലേ, ബെഡ്ഷീറ്റിൻ്റെ ബെഡിൻ്റെ ഉറയാണ് ഇപ്പോൾ ആ കാണുന്നത്. അതിൽ നിറച്ച് കോട്ടരുന്ന കേട്ടോ. ഞാനൊന്ന് വെയിലത്തേക്ക് നിന്നാൽ ആയിട്ടുകൾ പോകുമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഫസ്റ്റ് കൊടുത്തത് നിങ്ങൾ കാണുന്ന ഓരോ ആൾക്കാരും ഒരു 10 രൂപയെങ്കിലും ഇട്ടിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു 10 രൂപ ഇട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 14,000 ആൾക്കാർ 10 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ കിണർ പണീൻ്റെ പൈസ കൊടുക്കാനും ടാങ്ക് കുഴിക്കാനുള്ള പൈസക്കും ശരിയാവും കേട്ടോ. പിന്നെ ബാത്റൂമിൽ ക്ലോസറ്റിനും ടൈലൊട്ടിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ എൻ്റെ ഫാമിലി
പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ അജ്വൻ്റെ ഐശ്വൻ്റെ ഇപ്പം എൻ്റെ നാട്ടിലുള്ള ആൾക്കാരും അവരൊക്കെ കൂടിയിട്ട് തന്നതുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് പൈസ ഒക്കെ നമ്മൾ കിണർ പണിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബാത്റൂമിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശരിയായിട്ടുണ്ട്. അതേപോലെ ഡോറിനും 2-3 ആൾക്ക് ഒരു ഫാമിലി സഹായിച്ചിട്ടുണ്ട്. പഠിച്ചവർക്കൊക്കെ ഹയർ കൊടുക്കട്ടെ. അപ്പോൾ കാണുന്നവരൊക്കെ എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു 10 രൂപയെങ്കിലും ഇട്ട് സഹായിക്കും. ഇത് ലാസ്റ്റായിട്ട് എൻ്റെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ ചെയ്യരുത് വിചാരിച്ചത്. ഈ കോട്ടന്മ കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ചത്തെടുക്കുകയാണ്. പക്ഷെ ഇത് ചത്തെടുക്കല്ല കേട്ടോ, ജീവനോട് അവിടെ നിന്ന് ഇങ്ങനെ ഞെരിപിരി കൊള്ളുകയാണ്. ഇത് ഒരു പതുക്കൊരു മഴ പെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ആ വീട്ടിലേക്കാണ് കയറി വരിക. എത്ര പൊടിയിട്ടാലും എത്ര മരുന്നടിച്ചാലും പിന്നെയും അതിൻ്റെ മുകൾക്കാട്ടോ കയറി വരിക. എന്താ ചെയ്യാലേ, പാവം ആ വീടിൻ്റെ ഉടമസ്ഥർ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും ഇതിനാലെ. എന്തായാലും മുറ്റമൊക്കെ ഞാൻ കുറേ കടിച്ചു വാരി. ഇതിൻ്റെ സ്മെല്ല് ശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പം കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എൻ്റെ വീട്ടിലും കുറച്ച് അലക്കാൻ കിടക്കുകയാണ്. കുറച്ചൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനും ആവണില്ല. ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് ആകെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പം ഞാൻ അവിടുത്തെ അടുപ്പിൽ തീ കത്തിച്ച് അതിലേക്ക് ഇങ്ങനെ അടിച്ചു വാരിയൊക്കെ കൊണ്ടുപോയിട്ടോ. എന്നും പോയാൽ എത്രയേ അറിയോ ഇത് ഉള്ളത്. അപ്പോൾ ഞാൻ എന്നും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ട്. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ വാടക വീട്ടിലേക്ക് പോയി നിന്നൂടെ, വാടക വീട്ടിലത്തെ സാധനം ഒഴിച്ച് വന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ അത് ഈ വീഡിയോ. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളൊക്കെ കാല് പിടിച്ച് പറയുകയാണ്, എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യട്ടെ. വളരെ മോശമാണ് ഞാനിങ്ങനെ വീഡിയോയിലൂടെ നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, എൻ്റെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി. ഞാൻ ഈ ഒരു കിണറിൻ്റെ പൈസ കൊടുക്കാനും അതേപോലെ കക്കൂസ് പൈസ കൊടുക്കാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും ശല്യം ചെയ്യൂല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് ഞങ്ങൾക്ക് സുഖമാണെന്ന് അറിയിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കി തരൂല. ഞാൻ എൻ്റെ ഫാമിലിക്ക് തന്നെ അറിയാം, ഞാൻ ആരെടുത്ത് പോയിട്ട് ഒരു സഹായം ഞാൻ പോയി ചോദിക്കലില്ല. ഇപ്പം എന്നെ നിവൃത്തികേടാട്ടോ. എല്ലായിടത്തും അടിച്ചു വാരിയിട്ടുണ്ട്. അടുക്കള അടിച്ചു വാരാനാവണില്ല. ലാസ്റ്റ് വാടക വീട്ടും പോയി അടിച്ചു വാരി. ഇവിടെ റൂമും അകമൊക്കെ അടിച്ചു വാരി ആക്കിക്കൊണ്ടുവന്നു. പിന്നെ കുറച്ചൊക്കെ അലക്കി അവിടെ പോയിട്ട്. ഈ കോട്ടൊരുമ ചാടുന്നതിനോണ്ട് നമുക്ക് കുറേ ഡ്രസ്സാണ് ഉണ്ടാവുക. ഒന്ന് മക്കൾ വലിച്ചിട്ട് അതിൻ്റെ മുകൾക്ക് ഈ കോട്ടൊരുമൻ്റെ പൊടി തൊയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇടാൻ പറ്റൂല കേട്ടോ. മേലൊക്കെ ആകെ ചൊറിഞ്ഞ് പൊള്ളും. പിന്നെ പൂച്ചകൾ, ഞാൻ ഇന്നലെയും മെനിയാന്നും 3-4 ദിവസമായിട്ട് മീൻ വാങ്ങിയിട്ടേ ഇല്ലല്ലോ. അപ്പം ഇവർ ഇങ്ങനെ വന്നുങ്ങാണ്ട് ഇങ്ങനെ കരയട്ടോ. ഞാൻ മീൻ വാങ്ങിയപ്പോഴത്തേന് ഇന്നലെ തന്നെ കണ്ടില്ലേ നിങ്ങൾ ഇവർ കളിക്കുന്ന കളി. ഞാൻ ഈറ്റിങ്ങളെയും കൂടി വിചാരിച്ചിട്ടാണ് മീൻ വാങ്ങിയിട്ടോ. അപ്പോൾ 50 രൂപേൻ്റെ മീനേ വാങ്ങിയിട്ടുള്ളൂ. തോനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കൂല. തോന വാങ്ങി കൂട്ടാനൊക്കെ ആഗ്രഹമുണ്ട്. ഐഷു ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മച്ചിയെ 100 ഉറുപ്പ്യക്ക് വാങ്ങി 50 ഉറുപ്പ്യക്ക് വാങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മീൻ എന്ത് ചെയ്ത് കറി വെച്ചില്ല കേട്ടോ. കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ തികയൂല, പിന്നെ വലിയ രസവും ഉണ്ടാവില്ല, ബത്തല്ലല്ലേ. അപ്പോൾ ഇതാ ഞാൻ മീൻ അവർക്ക് കൊണ്ടു കൊടുക്കുക കേട്ടോ. അവർക്ക് ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയും 2 കുഞ്ഞുങ്ങളും ആട്ടോ. നല്ല സ്നേഹമുള്ള ഐറ്റിങ്ങൾ. എപ്പോഴും നമ്മളെ വാർപ്പിൻ്റെ മുകളിൽ അപ്പം കിടക്കണേ. ആദ്യം ഇപ്പോൾ എവിടെയാണ് കിടത്തുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങളുമായിട്ട് നല്ല കൂട്ടാണ്. എൻ്റെ വൈത്താല നടക്കൂട്ടോ, ഓരോന്ന് ചോദിച്ചങ്ങാണ്ട് എൻ്റെ അടുത്ത് എന്ത് കൊടുക്കാനാ. അപ്പോൾ ഉള്ള മീൻ ഇട്ട് കൊടുത്തപ്പോൾ ഇവരെ കാണുമ്പോൾ എങ്ങനെ വിചാരിക്കും, നമ്മൾ ഇവർക്ക് ബിസ്മിയിൽ മീനിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുത്താൽ, മീനൊക്കെ ഇട്ട് കൊടുത്താൽ നാളെ മാഴ്ചറയിൽ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഇവരുണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. ഞാൻ അതുകൊണ്ടൊന്നല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇവരെ വിശപ്പ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമല്ലേ. നമ്മളെ ഏത് ജീവിൻ്റെയും വിശപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ അമ്മയും മക്കളും തിന്നണ കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, മീൻ പൊരിക്കാൻ തുടങ്ങി. രാവിലെ നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചില്ലേ, ഇന്ന് രാവിലെ നമ്മൾ പിന്നെ രാവിലെ ചപ്പാത്തിയോ, എന്നിപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കൽ. ഇന്ന് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. രാവിലെ കറി ഉണ്ടാവില്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ മക്കളോട് ചോദിച്ചപ്പോൾ തന്നെ കഞ്ഞി മതി ഉമ്മാന്ന്. പിന്നെ കഞ്ഞി കുടിക്കാൻ ഓരെത്തിയിട്ടൊന്നുമില്ല. ഓരോട്ടപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ ചോറ് തിന്നാനാണ് വീട്ടിലെത്തി. ഞാൻ പിന്നെ രാവിലെ മീൻ പൊരിച്ച് കഞ്ഞി ഒരു 9:30 ആകുമ്പോഴത്തേനൊക്കെ കുടിച്ചിട്ടോ. അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ വാടക വീട്ടിൽ പോയി കുറച്ച് അലക്കാനുണ്ടേന്, മെഷീനിലിട്ട് അലക്കി. പിന്നെ അതേപോലെ അവിടെ നന്നായിട്ട് അടിച്ചു വാരി, കുറച്ച് തുടച്ചു, മുറ്റടിച്ചു, പറ്റണ പോലെ ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട്.
ഇനി ഇവിടെ വീട്ടിലുണ്ട് അലക്കാൻ, നിങ്ങൾക്ക് കാണാം കേട്ടോ. റൂമിലൊരു സൈഡിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അലക്കാൻ കൊണ്ടുപോകണം. ഞാൻ അലക്കി വെച്ച് കൊട്ടോലുണ്ട്, അത് കൊണ്ടുപോയി വിരിച്ചിടണം. അപ്പം ഞാൻ 10 മണീൻ്റെ കഞ്ഞി കുടിക്കാൻ പോവാം കേട്ടോ. രാവിലത്തെ ഭക്ഷണമാണ്, എന്നാലും ഇപ്പോഴാണ് കുടിക്കുന്നത്. ഏതായാലും നമുക്ക് സന്തോഷം കേട്ടോ ഇതൊക്കെ. രാവിലത്തെ ചപ്പാത്തി ആയാലും ഇതായാലും. അപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ ഒരു മാവുണ്ടല്ലോ, അപ്പോൾ അവിടെ കുറേ മാങ്ങ വീണെടുക്കുന്നുണ്ടായിനി. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആ മാങ്ങ ഇങ്ങനെ പെറുക്കാൻ പോയിട്ടോ. ഇന്നലെ ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലാട്ടോ ഫസ്റ്റായിട്ട് ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നുമില്ലാത്ത അവസ്ഥ ഷെയർ ചെയ്യണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിച്ചത് അതിൽ കൂടെ ആയിരുന്നു. പിന്നെയാണ് യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു ഫോട്ടോ, വീടിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുത്തേനി. ആ ഒരു ഫോട്ടോ സുഹറ വ്ലോഗ് എടുത്തിട്ട് AI ഫോട്ടോ ആക്കിയിട്ടോ. നല്ല രസമുണ്ട് എന്നെ കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ മുഖം. എന്തൊരു സുന്ദരി അറിയാം AIയിൽ ഞാൻ എന്നെ കാണാൻ. മക്കളെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കിണർ റിങ് ഇറക്കിയത്, പിന്നെ റിങ് ഇറക്കിയതാട്ടോ. അതിന് മുന്നേ 2 റിങ് ഉണ്ടായിരുന്നു. ആ 2 റിങ് മണ്ണിൻ്റെ അടിയിലാക്കി. പിന്നെ അടുത്ത 2 റിങ് ആട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂലേ. അങ്ങനെ ഇപ്പോൾ 24 റിങ്ങായി. 1,20,000 ഉറുപ്പ്യൻ്റെ സാധനം. അപ്പോൾ ഇനി 2 റിങ്ങും കൂടി വന്നാൽ നമുക്ക് അലമാറാവും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും അലമാറ കെട്ടണില്ലേ എന്ന്. എന്ത് കെട്ടാനായാലും ആദ്യം മുന്നിൽ പൈസ വേണമല്ലോ. ഇതിൻ്റെ അടിയിൽ മസ്റ്റായിട്ടുണ്ടാവും എന്താ എൻ്റെ ദാരിദ്ര്യം പറച്ചിൽ തീർന്നില്ലേ. ഈ കടം വീടുന്നവരെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. അപ്പോൾ അതാ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. വീടെന്താ ഇങ്ങനെ കിടക്കണേ, അലങ്കോലമായി കിടക്കണമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. പണിക്കാര സാധനങ്ങൾ ഒരുപാട് അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുത്തും പലകി സാധനങ്ങൾ മുറ്റത്തൊക്കെ കിടക്കുന്നുണ്ട്. ഇത് കിണർ പണിക്കാര സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ബീസാൻ്റെ ഇതാ തേക്കാനുള്ളതാണ്. നമ്മളെ ബാത്റൂം തേക്കാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന വീട്. ഈ വീടിൻ്റെ മുകളിൽ ഇനി ഒരു പണിയെടുക്കാൻ ആഗ്രഹിക്കണില്ല. ബാത്റൂം അല്ലാതെ വേറൊന്നും ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതിന് വേണ്ടി മാത്രം ഇത് കാണുന്നവർ ലാസ്റ്റായിട്ട് സഹായിച്ചവരെന്നോട് തന്നെയാണ് ചോദിക്കുന്നത്, ഒരു 10 രൂപയെങ്കിലും തന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കാം. ഞാൻ ഡോറിനൊന്നും ആരോടും ആവശ്യപ്പെട്ടില്ലേനു. പക്ഷേ ഡോറിനൊക്കെ ഇങ്ങോട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്ങാണ്ടാണ് എനിക്ക് പൈസ അയച്ചു തന്നത് ആ ഫാമിലി. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഡ്രസ്സ് അലക്കാനുള്ളതാട്ടോ അവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അലക്കണം. ഇന്നെനിക്ക് ഒട്ടും ആവില്ല കേട്ടോ അത് അലക്കാനൊന്നും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ജോലി എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെക്കാളും എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. നമ്മളെ കിണർത്ത വെള്ളം കേട്ടോ ഓരോ ബക്കറ്റിലും കാണണം. അപ്പോൾ ഈ ബാത്റൂമാണ് നമുക്ക് ശരിയാക്കേണ്ടത്. ഇതിലേക്കുള്ള ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു പേടിക്കാനില്ല എനിക്ക് ആകെ ഇനി ആ കുഴി ഒഴിക്കുന്നതിന് ഇത്രയും പൈസ വേണം. അത് എവിടുന്നെങ്കിലും കണ്ടെത്തണം. പിന്നെ ഈ മൂലയിൽ കിടക്കുന്നതിലൊന്നും പാമ്പ് വന്ന് കിടക്കുന്നുണ്ടെന്നൊന്നും പേടിക്കണ്ട കേട്ടോ. എന്നും ഞങ്ങളിത് തട്ടിക്കുട്ടിയും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതാണ് കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ 50 രൂപൻ്റെ മീനെ വാങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ നോക്കി നിന്നാലോ? ഇല്ല, തീർന്ന് പൊയ്ക്കോളി. അതിൻ്റെ ഇടയിൽ പൂച്ച വീണ്ടും വന്നിട്ടോ. ഐറ്റിങ്ങൾ എന്നെ തന്നെ പാവണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വേഗം പോയിട്ടോ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ലുലു മാളിൻ്റെ കുറേ ദിവസമായിട്ട് ഈ ലിങ്ക് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് എനിക്ക് പലരും അയച്ചിട്ടുണ്ട് ലിങ്ക്. 20,000 ഉറുപ്പ്യ കിട്ടും, ഇത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, അങ്ങോട്ട് ഷെയർ ചെയ്യുക, മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ്. ഇത് ഫേക്കാട്ടോ. എനിക്കിതറിയില്ലേനി. ഞാനും ഇത് ചെയ്ത് കണ്ട് ഞാൻ ആർക്കൊക്കെ അയച്ചു കൊടുത്തിന്. പിന്നെ എല്ലാവരുടെ അടുത്തുനിന്ന് ഡിലീറ്റ് ചെയ്തതാണ്. നമ്മളെ ഇവരെ ഇത് വെച്ചിട്ടാണ് കേട്ടോ. ആരും ഈ ലിങ്കിലൊന്നും പോയി തൊടാൻ നിൽക്കരുതിട്ട്. കണ്ടോ, അഭിനന്ദനങ്ങൾ 2000 ഉറുപ്പ്യ നമുക്ക് കിട്ടിയത് ഷെയർ ചെയ്യാൻ. യൂസഫലി സാറെ പേരും വെച്ചിട്ടാണ് ഈ ഒരു ലിങ്ക് ഷെയർ ആവുന്നത്. ആരെങ്കിലുമൊക്കെ ഇത് ലിങ്ക് ഷെയർ കാണുകയാണെങ്കിൽ ഇനിയെങ്കിലും ഇത് തൊടാതിരിക്കട്ടോ. നമ്മളെ അക്കൗണ്ടിലെ പൈസയും പോവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എനിക്കും അറിയില്ലേ, ഇനി എൻ്റെ ഫ്രണ്ട് സുഹറയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞേടി ഇതൊക്കെ ഫേക്കാണ്, നീ ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കറുപ്പ് എഴുത്തിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടോ. ഇതൊക്കെ ഗൂഗിളിലുള്ളതാണോ അല്ലേ. അപ്പോൾ ഇത് നോക്കി നോക്കുമ്പോൾ അവർ
ഇത് തെറ്റാണ്, ഇത് ലിങ്ക് ഷെയർ ചെയ്യണ്ട, ഇത് ഫേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓളത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ മെസ്സേജ് കണ്ട ആൾക്കാർക്കൊക്കെ ഞാനത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ചെയ്യണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അബദ്ധത്തിലൊന്നും പോയി ചാടിയിട്ട് ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ്. അവരെന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു കുട്ടീനെ 10 വയസ്സായ ഒരു കുട്ടീനെ ബൈക്കുമ്മൽ ഈ 2 ചെക്കന്മാർ ബൈക്കുമ്മൽ കൊണ്ടുപോയിങ്ങാണ്ട് പീഡിപ്പിച്ചിക്കുക, എന്നിട്ട് കൊന്നുങ്ങാണ്ട് ഇട്ടിക്കുക. ഈ 10 വയസ്സും 11 വയസ്സുമാണ് എൻ്റെ മക്കൾക്ക്. ഈ മക്കൾക്കൊക്കെ എന്തറിയാനാലേ? ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ എന്തിനാ ഇങ്ങനെ കുട്ടികളൊക്കെ എത്രയും ഉപദ്രവിക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും കൗൺസിലിങ്ങൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ഈ യുവതലമുറ ആയിട്ടുള്ള ഏതൊരു മനുഷ്യന്മാർ, യുവതലമുറ എന്നല്ല, എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെക്ഷലി ഉള്ള പിന്നെ ക്ലാസ്സുകൾ കൊടുക്കണം. അവരെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ആരിലേ. കുഞ്ഞു മോളെ മുഖം കണ്ടോ, സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ ഓരോ മക്കളെ പിച്ച് ചീന്തുന്നതൊക്കെ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ എന്താണ് സ്വന്തം മക്കളെ. എനിക്ക് പേടിയാട്ടോ. 2 ആളും കളിക്കാൻ പോവും, വേഗം ഒരു സമയം കണ്ടില്ലെങ്കിൽ ഞാൻ തിരഞ്ഞു പോവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഈ കാണുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലാണ് സംഭവം. ഐറ്റിങ്ങളെ നോക്ക്, ഒരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഇഷ്ടക്കേടൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ, ഷെയർ ചെയ്യലുണ്ട്.